നമസ്കാരം. ഞാൻ ഡോക്ടർ ഫിർദൗസ് ഇക്ബാൽ, ചങ്ങമ്പള്ളി. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ചികിത്സാനുഭവമാണ്. ഇതിനു മുമ്പ് ഒരുപാട് ചികിത്സാനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. കുറച്ചു കാലമായിട്ട് ചികിത്സാനുഭവങ്ങൾ ഇടാറില്ല. ഇന്ന് ഇങ്ങനൊരു വീഡിയോ ഇടാൻ വേറെ ചില കാരണങ്ങളും കൂടിയുണ്ട്. ഒരു 4.5 വയസ്സുള്ള ഒരു കുട്ടി ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നു. ബ്രെയിൻ ട്യൂമറാണ്. അന്ന് വരുന്ന സമയത്ത് ആ കുട്ടിയുടെ സർജറി കഴിഞ്ഞിരുന്നു. സർജറി കഴിഞ്ഞു, കീമോയും കൊടുത്തിരുന്നു. പക്ഷേ കീമോ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ബുദ്ധിമുട്ടായ കാരണം കീമോ സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും ഒരു റേഡിയേഷൻ ചെയ്തു. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത അളവിലുള്ള റേഡിയേഷൻസ് ചെയ്തു. റേഡിയേഷൻ ചെയ്ത് കഴിഞ്ഞ് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് വേണ്ടത്ര എഫക്റ്റ് ചെയ്തിട്ടില്ല, ഗ്രോത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഹൈഡ്രോസെഫാലസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്, അതുകൂടിയുണ്ട്. ഹൈഡ്രോസെഫാലസിന് ഇത് റേഡിയേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ചൊരു കുറവുണ്ടെങ്കിലും പക്ഷേ ഗ്രോത്ത് റിക്കറൻസ് ഉണ്ടായിരുന്നു. സെയിം സ്പോട്ടിൽ തന്നെ റിക്കറൻസ് ഉണ്ട്. പിന്നെ വേറെ മറ്റ് സ്ഥലങ്ങളിൽ മൾട്ടിപ്പിൾ ഫോക്കെ ഡൗട്ട്ഫുള്ളായിട്ട് ഇരിക്കുന്നതാണ് കണ്ടത്. ആ ഒരു സിറ്റുവേഷനിലാണ് അവർ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ നമ്മളതിൽ കേസ് ഹിസ്റ്ററിയിൽ സാധാരണ ചോദിക്കാറുള്ളതാണ് ഫാമിലി ഹിസ്റ്ററി. ഫാമിലി ഹിസ്റ്ററി ചോദിച്ച് നോക്കുമ്പോഴാണ് ഞെട്ടിയത്. ഒരുപാട് പേര് അവരുടെ വീട്ടിൽ ക്യാൻസർ ബാധിതരാണ്. പലതരം ക്യാൻസേഴ്സ്, ഓരോ ഡിഫറെൻറ്റ് അവയവങ്ങൾക്ക് ക്യാൻസർ വരികയും ഒരുപാട് പേര് മരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എണ്ണം ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. അത്രയും ഭീകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഓരോരുത്തരും കടന്നു പോയത്. അതുകൊണ്ട് തന്നെ അവർ ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റിൽ ചെയ്യണം എന്നുള്ള രീതിയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കുട്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ചെറിയ കുട്ടികളാകുമ്പോൾ ട്രീറ്റ്മെൻറ്റിന്. കാരണം നമ്മൾ സാധാരണ എല്ലാവരും ചോദിക്കുന്ന പോലെ കഷായം കൊടുക്കാവോ, കുട്ടി കുടിക്കൂ, പലരും ഇത്തരം നിസ്സാര കാര്യങ്ങൾ പറഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റിൽ നിന്ന് വിട്ടു പോവാറുണ്ട്. അത്തരം ക്വസ്റ്റ്യൻസൊക്കെ ഇവരുടെ ഭാഗത്തു നിന്ന് വന്നു. എനിക്കാണെങ്കിൽ പലപ്പോഴും നമ്മളാണ് ഡോക്ടറാണ് അത് ട്രീറ്റ് ചെയ്യുന്നത്. ഇവരോട് ഇങ്ങനെ ഡോക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ പലതരം സ്ഥാപനങ്ങളും പലതരം ഇൻറ്റൻഷൻസും ഉള്ള ഡോക്ടേഴ്സ് ഉണ്ട്. സാധാരണ നിലയ്ക്ക് ഡോക്ടേഴ്സിനെ അതായത് പേഷ്യൻസ് ദൈവത്തെ പോലെ അല്ലെങ്കിൽ ദൈവത്തിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന ആളായിട്ട് കാണുന്നതാണ്. എന്നിരുന്നാലും പല ആസ്പെക്ട്സും ഉള്ളതുകൊണ്ട് നമുക്കങ്ങനെ ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല. ഈ കേസിലും അത് തന്നെ ഉണ്ടായിരുന്നത്. ഭാഗ്യവശാൽ അവർ പുറത്തിറങ്ങിയതിന് ശേഷം അവർ മുമ്പ് ക്യാൻസർ വന്ന് ഭേദമായിട്ട് 14 വർഷത്തിലേറെയായിട്ട് ട്രീറ്റ്മെൻറ്റിലുള്ള ഒരു പേഷ്യൻറ്റിനെ കണ്ടു. 14 വർഷം എന്ന് പറയുമ്പോൾ അവരുടെ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആയിട്ടുള്ളതാണ്. അത് ഗ്ലയോമ ആയിരുന്നു. പിന്നീട് അത് റിക്കറൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. സർജറിയും കീമോതെറാപ്പി ഒന്നും ചെയ്യാത്ത കേസായിരുന്നു അത്. അപ്പോൾ ആ പേഷ്യൻറ്റിനെ അവർ കണ്ടു, സംസാരിച്ചു. അവരിൽ നിന്ന് കിട്ടിയ ഒരു കോൺഫിഡൻസ് കൊണ്ടാണ് അവർ നമ്മളെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. മെഡിസിൻസ് എല്ലാം വേണ്ട പോലെ കൊടുത്തു. പിന്നീട് പതിവ് പോലെയുള്ള ചെക്കപ്പ് അവർ പോകുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് പോയിരുന്നത്. 3 മാസം കൂടുമ്പോൾ MRI എടുക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ MRIയിൽ തന്നെ അത്ഭുതകരമായിട്ടുള്ള മാറ്റം കണ്ടു. അത്ഭുതകരം എന്ന് പറയുമ്പോൾ അത് മോഡേൺ ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞതാണ് ഇത് അത്ഭുതകരമായിരിക്കുന്നു. ഹൈഡ്രോസെഫാലസ് എന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ പൂർണ്ണമായിട്ടും മാറിയിരിക്കുന്നു. അന്ന് കണ്ടിരുന്ന റിക്കറൻസ് പറഞ്ഞിട്ട് കുറേശ്ശെ ഉണ്ടായിരുന്നതും പിന്നെ മൾട്ടിപ്പിൾ ഫോസ് എന്ന് പറയുമ്പോൾ അവിടെ ക്യാൻസർ ആണോ അല്ല മീൻസ് ട്യൂമറാണോ അല്ലേന്ന് കംപ്ലീറ്റ് തീരുമാനമാവാത്ത ഏരിയാസ് ഉണ്ടായിരുന്നു. അതൊന്നും കാണാനില്ല. അങ്ങനെ പേഷ്യൻ്റ് ഹാപ്പിയായിട്ട് ട്രീറ്റ്മെൻറ്റ് തുടർന്നു. ഇതിനിടയിൽ തന്നെ നിർഭാഗ്യവശാൽ ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരുടെ ഒരു അറിവിലേക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. ഈ കുട്ടി വന്നതിനോട് കൂടെ ഞാൻ പറഞ്ഞല്ലോ അവരുടെ ഫാമിലിയിൽ ഒരുപാട് പേർക്ക് ക്യാൻസേഴ്സ് ഉണ്ട്. വേറൊരു കുട്ടീനെയും കൂടി ഇതിനടുത്ത ദിവസം തന്നെ അവരെൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഞാൻ അവരെ നോക്കി ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളെല്ലാം പ്ലാൻ ചെയ്തതിന് ശേഷം വേറെ എവിടെ നിന്നോ കിട്ടിയ ഒരു ഇൻഫർമേഷൻ പ്രകാരം അവർ പറഞ്ഞു ഞാൻ ഇരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ പോരാ, അത് ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അധികം ബെഡുകളില്ല, പിന്നെ അതുകൊണ്ട് അതിനേക്കാൾ നല്ല വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്, അവിടെയും ആയുർവേദത്തിലെ ക്യാൻസർ തന്നെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അവരങ്ങോട്ട് പോവുകയും പിന്നീട് അവിടുന്ന് 3 മാസത്തിന് ശേഷം ആ കുട്ടി വളരെ മോശമായിട്ട് വീണ്ടും എൻ്റെ അടുത്തേക്ക് തന്നെ വരട്ടെ എന്ന് ചോദിക്കുകയും എനിക്കും എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു. പിന്നീട് പാലിയേറ്റീവ് കെയറിലേക്ക് പോയി. കുട്ടി ഇപ്പം ഇല്ല. പക്ഷെ ഇത് ഞാനിവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ
നമ്മൾ പലപ്പോഴും ഈ ഒരു ഓങ്കോളജി ഇൻ ക്യാൻസർ എന്ന് പറയുമ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ക്യാൻസറിന് ആയുർവേദത്തിൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്നാണ്. ക്യാൻസറിനാണോ ട്രീറ്റ് ചെയ്യേണ്ടത്, ട്യൂമറിനാണോ ട്രീറ്റ് ചെയ്യേണ്ടത്? ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ ബോഡിക്ക് ജന്മനാ ഉള്ള ഒരു സിസ്റ്റമുണ്ട്. ഏത് സെൽസിന് ഏത് രോഗം വന്നാലും അതിനെ മറികടക്കാനുള്ള ബോഡിയുടെ സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യണോ, ഇതെല്ലാം ഉൾക്കൊണ്ടതാണ് ആയുർവേദത്തിലെ ക്യാൻസർ ചികിത്സ. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എക്സ്പീരിയൻസ് തന്നെയാണ്. നമുക്ക് ആയുർവേദത്തിൽ ആയിരക്കണക്കിന് മരുന്നുകളുണ്ട്, അതിന് നമുക്ക് ലക്ഷക്കണക്കിന് കോമ്പിനേഷൻസ് ഉണ്ടാക്കാം. പക്ഷേ ഓരോ പേഷ്യൻസിനും നമ്മൾ കൊടുത്തു നോക്കി നമുക്ക് അതിൻ്റെ റിസൾട്ടുകളും അതും ദിനം പ്രതി വരുന്ന പുതിയ റിസർച്ചസ്, ഇത് വളരെ ഗഹനതയോട് കൂടിയിട്ട് ആയുർവേദത്തിൻ്റെ വീക്ഷണത്തിൽ മനസ്സിലാക്കി ഓരോ പോയിന്റ് നോക്കി ട്രീറ്റ് ചെയ്താൽ മാത്രമേ ഇതിന് ഗുണം കിട്ടുകയുള്ളൂ. അപ്പോൾ പലപ്പോഴും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വലുപ്പം ചെറുപ്പവും നമ്മൾ ഡോക്ടറെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു മാനദണ്ഡമായിട്ട് മാറുന്നുണ്ട്. അതിൽ പറയാതെ വയ്യ ഇൻഷുറൻസിൻ്റെ കാര്യം. ഞാൻ പലരോടും പല ഇൻഷുറൻസ് ഇഷ്യൂസിലും ഞാൻ ചോദിക്കാറുണ്ട്. ഒരു ഡോക്ടർ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡോക്ടർക്ക് വലിയ ഹോസ്പിറ്റലില്ല, ചെറിയ ഹോസ്പിറ്റലേ ഉള്ളൂ, അല്ലെങ്കിൽ ഡോക്ടർ പേഷ്യൻസിനെ സ്വന്തം വീട്ടിൽ ഏതെങ്കിലും റൂമിൽ കിടത്തിയിട്ട് ചികിത്സിക്കുന്നേ ഉള്ളൂ, ഡോക്ടർക്ക് ഇതൊരു ബിസിനസ് ആക്കിയിട്ട് കൊണ്ടു നടക്കണമെന്ന് വലിയ ആഗ്രഹമില്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഡോക്ടർ അത്തരം ഒരു ഡോക്ടർ ട്രീറ്റ് ചെയ്താൽ ഇൻഷുറൻസ് കിട്ടില്ല. എന്തിൻ്റെ പേരിലാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. കാരണം ഡോക്ടറെ കഴിവല്ലേ അവിടെ വലുത്. ഒരു ഡോക്ടർക്ക് അത്ര ഇപ്പോൾ നന്നായി പഠിച്ച് എല്ലാ സമയവും റിസർച്ചുകളും വായനയും അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാനും അതിൽ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാനും കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ അത്തരം ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ട്രീറ്റ് ചെയ്യുമ്പോൾ ഇൻഷുറൻസ് കിട്ടില്ല. അതുകൂടാതെ അടുത്ത ആളുകളുടെ ഓരോരോ കമൻസ് ഉണ്ടാവും, വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതിനേക്കാൾ വലുത്. ഇത്തരം സ്ഥാപനങ്ങൾ നമ്മൾ തിരഞ്ഞു പോകുമ്പോൾ ചിലപ്പോഴെങ്കിലും അബദ്ധം പറ്റും. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അതിൽ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടാവാം. ഒരുപാടുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ഞാൻ പഠിച്ചിട്ടുള്ള STM ആയുർവേദ കോളേജ് വളരെ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഒരുപാട് കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അവിടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഗുരുനാഥന്മാരായ ഡോക്ടർ മുരളീധർ ശർമ്മ, ഡോക്ടർ ആചാര്യ സർ, ഇവരെല്ലാം അവിടെയാണ് പഠിപ്പിക്കുന്നത്. വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. പക്ഷേ എങ്ങനെ നോക്കിയാലും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വലുപ്പമോ ചെറുപ്പമോ നോക്കിയിട്ട്, അതല്ലെങ്കിൽ പുതുതായിട്ട് ഒരു സ്ഥലത്ത് ആദ്യമുള്ളതല്ല പുതിയതായിട്ട് സ്ഥാപിച്ചതാണ്, ഇതൊന്നും നോക്കിയിട്ട് ഒരിക്കലും ഒരു ഡോക്ടറെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റില്ല. ഒരു ക്യാൻസറിന് പ്രത്യേകിച്ച് മറ്റുള്ള രോഗങ്ങളെ പോലെ അല്ല, ഒരു ഡോക്ടറെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും ഡോക്ടറുടെ എക്സ്പീരിയൻസ്, കഴിവ്, ഇത് മനസ്സിലാക്കാനുള്ളൊരു കഴിവ് പേഷ്യൻ്റ് പാർട്ടിയുടെ അടുത്ത് ഉണ്ടാവണം. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെയുണ്ട്. അപ്പോൾ വീണ്ടും നമ്മുടെ ചികിത്സാനുഭവത്തിലേക്ക് തന്നെ വരാം. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ കുട്ടി രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിയുടെ അതേപോലത്തെ വേറൊരു കുട്ടി, അവരൊരു ഡോക്ടർ ദമ്പതിമാരുടെ മകളാണ്. ഓൾമോസ്റ്റ് ഇതേ പ്രായത്തിൽ അവർ വന്നു. ആ കുട്ടിയും ഇപ്പം രക്ഷപ്പെട്ടിട്ട് തന്നെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് അവരുടെ വഴി ഇത്തരം ആളുകൾ തമ്മിൽ പറഞ്ഞിട്ട് ഒരുപാട് പേര് വന്നു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു കുട്ടി, അവർ നോർത്ത് നിന്നാണ്, രായ്പൂരിൽ നിന്നാണ് ഒരു കുട്ടി, അവർ ഈ ഒരു ശൃംഖലയിൽ തന്നെ വന്നതാണ്. ആ കുട്ടിക്ക് ഇതുപോലെ തന്നെ ബ്രെയിൻ ട്യൂമറായിരുന്നു. ട്യൂമർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം, സർജറിയും റേഡിയേഷനും കഴിഞ്ഞതിന് ശേഷം നിരന്തരമായിട്ട് വൊമിറ്റിങ്ങും, ഒരു സൈഡിന് നടത്തത്തിന് ഒരു വേച്ചുള്ള നടത്തം, ഒരു സൈഡ് വീക്ക്നെസ്, പിന്നെ കൂടാതെ ഇടയ്ക്കിടയ്ക്ക് ഫിറ്റ്സ് വരും. ഈ കുട്ടിയുടെ കാര്യം നോക്കുമ്പോൾ ഈ കുട്ടിക്കും ആദ്യം വന്നത് ഇതേ ലക്ഷണങ്ങളായിരുന്നു. ഒരു ദിവസം സ്കൂളിട്ട് വന്നപ്പോൾ ഛർദ്ദിച്ചു എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ലക്ഷണമായിട്ട് ട്യൂമറാണോ എന്ന് സംശയിച്ചത്. പിന്നീട് അവിടുന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഫിറ്റ്സ് വന്നു. പിന്നെ ഈ വൊമിറ്റിങ്, ഫിറ്റ്സ്, ഒരു സൈഡ് കുഴഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് അവർ സർജറിക്ക് പോയി. സർജറി കഴിഞ്ഞു, സർജറിയുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. വീണ്ടും ഇതേ ലക്ഷണങ്ങൾ തുടരുകയാണ്. പക്ഷേ ട്യൂമറും റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു അവസ്ഥയിലാണ് ഈ പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ 2 കേസുകളുടെ ശൃംഖലകളിൽ ഒരു പേഷ്യൻ്റ് ഒരാളോട് പറഞ്ഞു, അടുത്ത ആളോട് പറഞ്ഞു. ഇവർ മാറിയതിൻ്റെ ശൃംഖലയിൽ തന്നെ അവർ വേറെ കേരളത്തിന് പുറത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ഈ
പേഷ്യൻറ്റിനെ പരിചയപ്പെടുന്നത്, രായ്പൂരുള്ള പേഷ്യൻറ്റിനെ പരിചയപ്പെടുന്നത്. അങ്ങനെ അവർ പറഞ്ഞിട്ടാണ് ഈ കുട്ടിയും കൊണ്ട് അവർ വരുന്നത്. വന്ന് ട്രീറ്റ് ചെയ്തു. ആ കുട്ടി നല്ല ബെറ്ററായി. 2 ദിവസം മുമ്പ് ഞങ്ങളെ വിളിച്ച് പറഞ്ഞു പുതിയ സ്കാനിങ്ങിൽ ഒട്ടും ഗ്രോത്ത് ഇല്ല, ഹൈഡ്രോസെഫാലസ് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്, വൊമിറ്റിങ് മാറി, പിന്നെ ബാക്കിയെല്ലാം മാറി. ഈ കുട്ടിക്ക് ഇപ്പം ഞാൻ ഈ പറഞ്ഞ രായ്പൂരുള്ള ഈ കുട്ടിക്ക് എന്ന് പറയുമ്പോൾ വളരെ കുറഞ്ഞ അളവിലെ ഹൈഡ്രോസെഫാലസ് ഉണ്ടായിരുന്നുള്ളൂ. റിക്കറൻസ് പറഞ്ഞാൽ റിക്കറൻസ് ആണോ അല്ലേ എന്ന് സംശയിക്കാവുന്ന രീതിയിൽ വളരെ കുറഞ്ഞ റിക്കറൻസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ വൊമിറ്റിങ്ങും ബാക്കിയുള്ള ലക്ഷണങ്ങളും അന്നും പേഴ്സിസ്റ്റ് ചെയ്തിരുന്നത്. അപ്പം എല്ലാ കേസുകളും ഒരുപോലെ ആയിരിക്കില്ല. ഇത്ര കുറഞ്ഞ റിക്കറൻസിനോ അല്ലെങ്കിൽ ഇത്രയും കുറഞ്ഞ പിന്നെ ഒരു ഹൈഡ്രോസെഫാലസിനോ ഇങ്ങനെ ഛർദിയും പിന്നെ സൈഡ് തളർച്ചയും പിന്നെ അതുപോലെ ഇത് പിന്നെ ഫിറ്റ്സും ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ ഈ കേസിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ കേസും ഡിഫറെൻ്റാണ്. നമ്മൾ ഓരോ കേസും നമുക്കൊരു പാഠപുസ്തകമാണ്, ഓരോ പേഷ്യൻറ്റും ഒരു പാഠപുസ്തകമാണ്. അങ്ങനെ നമ്മൾ പലപ്പോഴും പല പേഷ്യൻസിൻ്റെയും ക്വസ്റ്റ്യൻസ് നമ്മളോട് ആയുർവേദമാണല്ലോ പിന്നെ മെയിൻ സ്ട്രീം അല്ല എന്നൊരു തോന്നലും പിന്നെ ആയുർവേദത്തിനെ കുറിച്ചുള്ള അറിവില്ലായ്മയും ഇതെല്ലാം ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നേരിടുന്നതാണ്. പക്ഷെ കുട്ടികളുടെ കാര്യത്തിലാവുമ്പോൾ പ്രത്യേകിച്ചും ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് പറയും നിങ്ങൾ ചെയ്തോളൂ എന്ന്. അങ്ങനെ പറഞ്ഞിട്ട് രക്ഷപ്പെട്ട ഒരു കേസാണ് പറയാൻ ഉദ്ദേശിച്ചത്. എന്നാലും ഇതിനിടയിൽ 3 കേസുകൾ പറഞ്ഞു പോയി. ഇത്തരം അനുഭവങ്ങൾ നമുക്ക് ഈ ആയുർവേദത്തിലെ ഇത്തരം ചികിത്സകളുമായി മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമാണ്.